Hi all. Today we are going to discuss about tools and techniques of evaluation and feedback. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ടൂൾസ് ഓഫ് ഇവാലുവേഷൻ എന്നതാണ്. ഫസ്റ്റത്തെ അക്കാദമിക് ടെസ്റ്റ്, ക്വസ്റ്റിനെയർ, റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, ഇൻവെൻട്രി, ക്യുമുലേറ്റീവ് റെക്കോർഡ് ആൻഡ് അനക്ഡോട്ടൽ റെക്കോർഡ്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. ടെക്നിക്സ് ഓഫ് ഇവാലുവേഷനിൽ ഫസ്റ്റത്തെ സെൽഫ് റിപ്പോർട്ടിംഗ്, ദെൻ ടെസ്റ്റിംഗ്, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റിനെയർ. ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ്. It is used for collecting factual data. It is a systematic compilation of questions that are submitted to the person about which information is desired. നമ്മൾക്ക് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഫോമിലായിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമിലായിരിക്കാം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഒരു സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ എന്താണോ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആരെയാണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കുന്നു. അവരതിന് ആൻസർ ചെയ്ത് നമുക്ക് തിരിച്ചു തരുന്നു. അതാണ് ക്വസ്റ്റിനെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ചെക്ക് ലിസ്റ്റ്. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഫോർ കൺസിഡറേഷൻ. ദേ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ ആക്ഷൻസ് ടു ബി ക്യാരിഡ് ഔട്ട്. They can have a scoring system or they can collect comments. Checklist can speed up the collection of information by using tick boxes and rating scales. They need to be carefully designed to make sure that when they are completed, the results are reliable and true. അപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ടീച്ചേഴ്സ് ഒബ്സർവേഷൻ വരും. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഇവാലുവേഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. ആ ഇവാലുവേഷനിൽ പല ക്രൈറ്റീരിയാസ് ഉണ്ടാവും അല്ലേ. അതായത് ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റി എങ്ങനെയായിരുന്നു, ഇൻറ്ററാക്ഷൻ വിത്ത് സ്റ്റുഡൻസ് എങ്ങനെയായിരുന്നു, ക്ലാസ് മാനേജ്മെൻറ്റ്, ICT യൂസേജ്, ബ്ലാക്ക് ബോർഡ് യൂസേജ്, അങ്ങനെ പല ക്രൈറ്റീരിയ ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ടാകും. അതിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ് ഒബ്സർവ് ചെയ്തിട്ട് അതിൽ ടിക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവരുടെ റിസൾട്ട് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ട് ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻസ് ആവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കാം ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഈസ് റേറ്റിംഗ് സ്കെയിൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലാസിഫൈ ഒപ്പീനിയൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് റിഗാർഡിംഗ് സിറ്റുവേഷൻസ്, ഒബ്ജക്ട്സ് എക്സെട്ര. Rating scale refers to a scale with a set of points which describes varying degrees of the dimensions of an attribute being observed. It is a modified version of checklist. Ratings may be good, average, poor, etc. ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മളതിന് റേറ്റിംഗ് ചെയ്യാറുണ്ട് അല്ലേ. അതെങ്ങനെയാണ്, സ്റ്റാർ വെച്ചിട്ട് 5 സ്റ്റാർ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് റേറ്റിംഗ് സ്കെയിലും. അതായത് ഒരു ടീച്ചർ ഒരു കുട്ടീനെ ഒബ്സർവ് ചെയ്ത് ആ കുട്ടിയുടെ ഇപ്പോൾ ക്രിയേറ്റിവിറ്റി, സ്കില്ല്, സോഷ്യൽ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ ടീച്ചർ റേറ്റ് ചെയ്യാണ്. അതായത് അതിനൊരു ന്യൂമറിക്കൽ സ്കെയിൽ ഉണ്ടാവും. ചിലപ്പോൾ 5 പോയിൻറ്റ് സ്കെയിലായിരിക്കാം, 3 പോയിൻറ്റ് സ്കെയിലായിരിക്കാം, 7 പോയിൻറ്റ് സ്കെയിലായിരിക്കാം. അതിന് ഓരോ ഇതും ഉണ്ടാവും. അതായത് ഗുഡ്, ആവറേജ്, പുവർ, വെരി ഗുഡ്, എക്സലൻറ്റ്, ബിലോ ആവറേജ്, അങ്ങനെ അതിന് ഓരോ ഡിസ്ക്രിപ്ഷനും ഉണ്ടാവാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ റേറ്റിംഗ് സ്കെയിലും ചെക്ക് ലിസ്റ്റും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈസ് അനക്ഡോട്ടൽ റെക്കോർഡ്. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ഇൻഫോർമൽ teacher observations regarding the pupil. It is a short narrative story. It includes only personal adjustment or social functioning of the child. It is a record of factual descriptions of significant events in the pupil's life. An event in the anecdotal record is known as anecdotal. ഓക്കെ. സോ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ ഒരു കുട്ടീനെ ഒബ്സർവ് ചെയ്തിട്ട് ആ കുട്ടീനെക്കുറിച്ച് എഴുതുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അതായത് അതിൽ കുട്ടിയുടെ പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ സോഷ്യൽ ഫങ്ഷനിങ്സ്, അതായത് എങ്ങനെയാണ് കുട്ടി മറ്റുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, കുട്ടി കോപ്പറേറ്റീവ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആനക്ഡോട്ടൽ റെക്കോർഡിൽ എഴുതി വയ്ക്കുന്നത് ടീച്ചർ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ഒരു 2 ആഴ്ചയായിട്ട് ആ കുട്ടി ക്ലാസ്സിൽ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നില്ല, ഇന്നറ്റൻറ്റീവായിട്ടിരിക്കുന്നു. അതുപോലെ റെസ്പോൺസ് വളരെ കുറവാണ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്ത് ആ പ്രോബ്ലം ആ ഒരു റെക്കോർഡിൽ നോട്ട് ചെയ്ത് വെക്കും. ആ റെക്കോർഡാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. It's a record of the complete history of the pupil. It is a permanent data about the child. It's recorded cumulatively from period to period. It gives information about physical, intellectual, social, scholastic, personality, etc. Summarized growth record indicating the direction and rate of development. Cumulative record എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുട്ടിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയാണ്. ആ കുട്ടി ആ ഒരു സ്കൂളിൽ ചേർന്ന അന്ന് തൊട്ട് ആ കുട്ടി സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദിവസം വരെയുള്ള കാര്യങ്ങൾ ആ റെക്കോർഡിൽ, ക്യുമുലേറ്റീവ് റെക്കോർഡിൽ ഉണ്ടായിരിക്കും. ഒരു ചൈൽഡിനെ കുറിച്ചുള്ള പെർമനൻറ്റ് ഡാറ്റയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് ആ കുട്ടിയുടെ ഹെൽത്തിനെ കുറിച്ച്, ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ ഇൻ്റലക്ച്വൽ, സോഷ്യൽ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സമ്മറി നമുക്ക് ആ റെക്കോർഡിൽ കാണാനായിട്ട് സാധിക്കും. ഈ അനക്ഡോട്ടൽ റെക്കോർഡും അതുപോലെ ക്യുമുലേറ്റീവ് റെക്കോർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് ഈസ് ടെസ്റ്റ്. ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ മോസ്റ്റ് പോപ്പുലർ ടൂൾ ഫോർ കളക്ടിങ് ഡാറ്റ ഫോർ ഇവാലുവേഷൻ. അതിന് നമ്മുടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇതെല്ലാം ഈ ടെസ്റ്റിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓറൽ ടെസ്റ്റ് ഉണ്ട്, റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, പെർഫോമൻസ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ടെസ്റ്റുകളുണ്ട്. നോം റെഫറൻസ്ഡ് ടെസ്റ്റ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, ഇങ്ങനെ പല ടൈപ്പ് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്, അത് നോക്കിയാൽ മതി. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റുമുണ്ട്, നോം റെഫറൻസ്ഡ് ടെസ്റ്റുമുണ്ട്. ഇതിൽ നോം റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ JEE, നീറ്റ്, UPSC എക്സാംസ്, അതൊക്കെ എങ്ങനെയാണ്? അതിനൊക്കെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യും? കുറേ കുട്ടികൾ ആ ടെസ്റ്റ് എഴുതുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് വളരെ ബെസ്റ്റായതിനെ മാത്രം സെലക്ട് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോം റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ നടത്തുന്ന ടെസ്റ്റുകളെല്ലാം ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ടെസ്റ്റാണ്. അതിൽ അവർ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സ്കോറ് ഇൻഡിപെൻഡൻ്റ്ലി ആണ് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷേ നോം റെഫറൻസ്ഡ് ടെസ്റ്റിൽ പറയുന്നത് അങ്ങനെയല്ല, അതൊരു സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അവിടെ ഇൻഡിവിജ്വലി ഒരു കുട്ടിയുടെ സ്കോർ എടുക്കുകയല്ല ചെയ്യുന്നത്, അവിടെ കമ്പാരിസനാണ് നടക്കുന്നത്. മറ്റുള്ള കുട്ടികളിൽ നിന്ന് എങ്ങനെ ഈ കുട്ടി വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതായത് നല്ല പെർഫോമൻസ് ചെയ്യുന്നവരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇതൊരു സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ്. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വലിന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ടൂൾസ് ഫോർ ഇവാലുവേഷൻ കണ്ടു. ഇനി നമ്മൾ ടെക്നിക്സ് ഫോർ ഇവാലുവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് സെൽഫ് റിപ്പോർട്ടിംഗ്. സെൽഫ് റിപ്പോർട്ടിംഗ് ഇസ് react to items concerning his behavior or characteristics. It is used for measuring traits like interest, adjustment, attitude, etc. It is obtained through a checklist, questionnaire, rating scale, etc. അപ്പോൾ സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പല ട്രേറ്റും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം മെഷർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടെക്നിക്ക് ഓഫ് ഇവാലുവേഷനാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കോമൺലി യൂസ്ഡ് ടെക്നിക്ക് ഓഫ് ഇവാലുവേഷനാണ് ആൻഡ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ കോഗ്നിറ്റീവ് ട്രേറ്റ്സ്. മെഷർ ദ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് നോളേജ്, സ്കിൽ,
intelligence, aptitude, etc. of an individual or a group in a particular situation as objectively as possible. Then, purpose of testing: assessment of the present status of an individual, expressing probability of future success, diagnosing the causes of the lack of expected performance, for remedial measures, for academic or vocational guidance, classification and comparison of individual or group, undertaking research to answer various questions. Next is observation, not mere looking. It is the purposeful, goal-oriented perception of an object or situation. The teacher observes the behavior of the student. If any relevant feature noticed in the behavior should be recorded as objectively as possible. In observation, subjectivity of the observer will be often reflected in the judgment. Then different types of observation: controlled observation or experiment, that is observation under controlled. Then uncontrolled observation, observation of events as they naturally occur. Then participatory observation, observe the students by the observer while participating in the same activity with the students. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പർപ്പസ്ഫുള്ളി നമ്മൾ ടീച്ചർ കുട്ടീനെ ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും ഒരു റെലവൻറ്റ് ഫീച്ചർ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കൺട്രോൾഡ് ഒബ്സർവേഷൻ ഉണ്ട്, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ ഉണ്ട്, പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ ഉണ്ട്. ദെൻ ദ മെറിറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് it is natural and flexible, economical, easy to implement, can be used for all ages. Then its demerits: not possible in all conditions, highly subjective, not accurate, it fails when the individual hides the actual. Okay, the next technique is interview. It is used to gather information in a face-to-face session regarding an individual's experience, opinion, belief, feelings, etc. It is a conversation with a purpose. Okay, interview എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. Then types of interviews: it is structured interviews and unstructured interviews. In structured interviews, questions are pre-planned by the interviewer and it is systematic. But in the unstructured interviews, questions are not pre-planned by the interviewer, it is flexible. The next technique is case study. It is the in-depth study of a case such as an individual, a family, a community, an institution or a group. It aims to solve the deep-rooted problems. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരാളുടെ കുറിച്ച്, ഒരു ഫാമിലി അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിറ്റി, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും വലിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് of case study is: it gives a holistic picture of an individual, it helps to solve the problem and productive in nature. The demerits is: it is subjective and time consuming, also the generalization is not possible. That's about case study. Sociometry. Sociometry is developed by L. Moreno and it is used for describing the social preferences of individuals in a group. It reveals the social acceptance of an individual and their interpersonal relationship. അപ്പോൾ സോഷ്യോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടീച്ചർക്ക് ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വലും അതായത് അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഒക്കെ റിവീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഒരു ക്ലാസ് ഉള്ളിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സോഷ്യോമെട്രി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സോഷ്യൽ പ്രിഫറൻസിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അതാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, യൂസ്ഡ് ടു കളക്ട് ഡാറ്റ വിച്ച് cannot be collected by directly from the individual. It helps to project one's inner feelings in an unconscious manner. പ്രൊജക്റ്റീവ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ഡയറക്റ്റായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല എങ്കിൽ നമ്മൾ ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യും. അപ്പോൾ ഒരു അൺകോൺഷ്യസ് മാനറിൽ ആ കുട്ടിയുടെ ഇന്നർ ഫീലിങ്സാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിന് പല പല ടെക്നിക്സ് ഉണ്ട്, ലൈക്ക് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്,
സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അതിൻ്റെ ഷോർട്ട് ഫോമും അതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നോക്കിയിട്ട് പോകണം. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.